പച്ചയായിട്ടുള്ള മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് CPM ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അതിൽ അവർ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. CPM സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഉത്തരത്തിലെടുക്കുന്നത് കിട്ടൂല്ല, കക്ഷത്തിലുള്ളത് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. ഒന്ന്, അടിസ്ഥാന ഹിന്ദു പിന്നോക്ക വോട്ടുകൾ CPM നഷ്ടമായി. ഇതിനെ ബാലൻസ് ചെയ്യാനാണ് ഇപ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിനെ ആശ്രയിക്കുന്നത്. സ്വാഭാവികമായി പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ എല്ലാ സമയത്തും ഒരു ചെറിയ ശതമാനമൊക്കെ CPM കിട്ടുമെങ്കിലും അത് വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ UDF ഉരുക്കുകോട്ടകളാണ് എല്ലാ കാലഘട്ടത്തിലും. ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മാറി മറിയാറുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് CPM ഉള്ള ഒരു ഇരട്ട തന്ത്രം, ആ തന്ത്രങ്ങളൊക്കെ കേരളത്തിൽ പൊളിയാൻ പോലും. ഇപ്പൊ ബാബരി മസ്ജിദിന്റെ പേരിൽ അവർ നടത്തുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്ന വർഗീയ പ്രചരണങ്ങളും പ്രീണനവും ഒക്കെ നമ്മൾ കണ്ടു. അതും വിലപ്പോവില്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ ക്രിസ്ത്യാനിയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിമിന്റെയും ഒക്കെ പാരമ്പര്യം. ഇപ്പൊ ഞാൻ പറയും, കേരളത്തിലെ മുസ്ലിമിന്റെ പാരമ്പര്യം ഒരു ധാരണയുണ്ട്, വൈകാരികമായി എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിച്ചാൽ അത് വോട്ട് ബാങ്കായി ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന്. അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. ഇവിടത്തെ മുസ്ലിമിന്റെ പാരമ്പര്യം ബാബറിന്റെ പാരമ്പര്യം, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ഇവിടത്തെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട് നമ്മളെ മാലിക് ദിനാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. അത് സമാധാനത്തിന്റെയും സഹവർദ്ദത്തിന്റെയും ഒക്കെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് അടുത്തേക്ക് അവർ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സമൂഹമാണ്. വൈകാരികമായി ചില വിഷയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരുടെ വോട്ട് ഞങ്ങളിലേക്ക് വരും എന്നുള്ളൊരു ധാരണ CPM ആ തെറ്റിദ്ധാരണയുണ്ട്. അത് ചില ഘട്ടങ്ങളിലൊക്കെ അത് വിജയിച്ചിട്ടുണ്ട്. അത് വിജയത്തിന്റെ ഭാഗമായുള്ള KT ജലീൽ എന്ന് പറയുന്ന സിമിക്കാരനായ തീവ്രവാദി കേരളത്തിലെ CPM മുഴുവൻ തിരുത്താൻ നടത്തി. നോക്കൂ, കേരളത്തിലെ മുഴുവൻ CPM തീർന്ന പൊളിറ്റ് ബ്യൂറോ സത്യം CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KT ജലീലാണ്, സീതാറാം യെച്ചൂരി അല്ല. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, നമ്മുടെ ശൈലജ ടീച്ചർ ഹമാസ് ഭീകരവാദി എന്നുള്ള ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് ശൈലജ ടീച്ചറെ കൊണ്ട് തിരുത്തിച്ചതാരാ? സീതാറാം യെച്ചൂരി അല്ല, ജലീലാണ്. ഇപ്പൊ പാലാ ബിഷപ്പിന്റെ കേസുമായി ബന്ധപ്പെട്ട പാലാ ബിഷപ്പിനെ അതിതീവ്രതയോട് കൂടിയിട്ട് അതിനെ തെറിവിളിച്ചതാരാ? ഈ ജലീലാണ്. ഇപ്പൊ ഈ വിഷയത്തിലും പ്രശ്നാധിഷ്ഠിതമായി സജി ചെറിയാൻ പിന്തുണ കൊടുക്കുന്ന ജലീലാണ്. അപ്പൊ നോക്കൂ, ജലീലാണ് സത്യത്തിൽ മതഭീകരവാദിയായിട്ടുള്ള സിമിയുടെ പ്രവർത്തകനായിട്ടുള്ള ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന ജലീലാണ് സത്യത്തിൽ CPM ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അപ്പൊ അതിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ഒരു പാപ്പരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇപ്പോ നേരത്തെ എന്റെ അസ്കർ സാറാണ് എനിക്കൊന്ന് പറയാനുള്ളത്. സാർ, നമ്മൾ RSSും BJP ഒന്നും ഏതെങ്കിലും ഒരു പുസ്തകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് മൂലധനമോ അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉണ്ടായിരിക്കാം. RSSനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാന പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് ശാഖയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് പഴയ കാലഘട്ടങ്ങളിലൊക്കെയുള്ള മുഴുവൻ ഗുരുജി കോൾവാൾക്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ലേഖന സമാഹരണം എന്ന ബുക്കാണ് വിചാരധാര. അങ്ങനെ വിചാരധാര എല്ലാ ദിവസവും വായിച്ചു നോക്കി പെറുക്കി നോക്കിയിട്ട് പ്രവർത്തിക്കുന്നവരല്ല RSSകാർ. അത് അന്ന് ആദരണീയനായിട്ടുള്ള അസ്കർ സാർ, എനിക്ക് ബഹുമാനമുണ്ട്, അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളെ കൈമുതലാക്കിക്കൊണ്ട് കാലഹരണപ്പെട്ട കാര്യങ്ങളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല RSSും BJPയും. ഒന്ന്, ഇവിടുത്തെ RSSന്റെ BJPയുടെ അതത് കാലഘട്ടത്തിലെ നയങ്ങളും പ്രഖ്യാപനവും ഉണ്ടാകുന്ന RSSന്റെ കാര്യകാരി സഭയും സത്സംഗജാലം നടത്തുന്ന വിജയദശമി പ്രഭാഷണത്തിലൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ അറിയാത്ത ആളുകളല്ല. എങ്കിലും നിങ്ങൾക്ക് ഈ വിചാരധാരയുടെ ചില പേജുകൾ എടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ നിങ്ങൾ കുറെ കാലങ്ങളായി, അതൊന്ന് നിങ്ങൾ ഗുജറാത്തിലായിരുന്നു, ഒന്ന് ബാബരി മസ്ജിദായിരുന്നു, ഒന്ന് വിചാരധാര, മറ്റൊന്ന് മനുസ്മൃതി, മറ്റൊന്ന് ഇപ്പോ മണിപ്പൂര്. ഇങ്ങനെ ഒരു അഞ്ച് ഘടകങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ക്യാപ്സൂളുകളായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഈ ഗോവിന്ദൻ മാഷ് ഇങ്ങനെ ക്യാപ്സൂൾ കൊടുക്കും, അതിങ്ങനെ പ്രചരിപ്പിക്കും, അത് അസ്കർ സാറിനെ പോലുള്ള ആളുകൾ അത് ഏറ്റുപറയും. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, പ്രബുദ്ധരാണ്. നിങ്ങൾ ഈ കാലഹരണപ്പെട്ട കാര്യങ്ങളോ കാലഹരണപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പഴയ കാലഘട്ടം, അതാണ് പഴയതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക. നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കണം. സ്വാഭാവികമായിട്ട് ക്രൈസ്തവ സമൂഹം BJPയുമായിട്ട് അടുക്കുന്ന സാഹചര്യമുണ്ട്. അതിന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവരുടെ റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സഭയുടെ തർക്കങ്ങൾ. ഇപ്പൊ നോക്കൂ, ഓർത്തഡോക്സ് സഭയുടെ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ ഇറങ്ങിയത് BJP നേതാവ് മുഖ്യമന്ത്രി സാധിച്ചോ? അതിന് നമ്മുടെ ഗോവ ഗവർണറായിട്ടുള്ള ശ്രീധരൻപിള്ള സാറാണ്. അതിന് പ്രധാനമന്ത്രി അടക്കം ഇടപെടുത്തിക്കൊണ്ട് ആ സഭകൾ തമ്മിലുള്ള മഞ്ഞുരുക്കത്തിന് ശ്രമിച്ചതാരാ? BJPക്കാരനായിട്ടുള്ള ഒരാൾ. കേരളത്തിൽ ഇത്രയും കാലമുള്ള ഓർത്തഡോക്സ് എത്ര സഭകൾ, എത്ര തർക്കം കേരളത്തിനകത്ത് ഉണ്ടായി. ഇപ്പോ സ്വാഭാവികമായിട്ട് ക്രൈസ്തവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം. അതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഈ പരസ്പരം വൈരാഗ്യ ബുദ്ധിയോടുകൂടി ശത്രുതയോടുകൂടി ഈ രാജ്യത്തിന്റെ മക്കളായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഇങ്ങനെ തമ്മിലടിച്ച് ഈ ധ്രുവീകരിച്ച് നിൽക്കേണ്ട സാഹചര്യം ഇന്ത്യയിൽ നിലനിൽപ്പുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിക്ക് കുറച്ചുകൂടി മാന്യതയുണ്ട്, ആട്ടിൻ തോലണിഞ്ഞ കമ്മ്യൂണിസ്റ്റിന് ഒരു മാന്യതയും ഇല്ല. അവന്റെ സ്ഥിരം പരിപാടി ഇതാണ്.
ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മണിപ്പൂരിൽ സന്ദർശിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മാറാടിന്റെ മണ്ണിൽ 9ഓളം പാവപ്പെട്ട മുക്കുവ സമുദായത്തിൽപ്പെട്ട ആളുകൾ നിഷ്ഠൂരമായിട്ട് കൂട്ടക്കൊല ചെയ്തപ്പോ ഈ പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഒന്ന് സന്ദർശിച്ചിരുന്നു? നിങ്ങളൊരു അങ്ങനെയാണെങ്കിൽ എല്ലാ കലാപ കേന്ദ്രങ്ങളും സന്ദർശിച്ചു. അന്ന് CPM ഭരിക്കുന്നത് ആന്റണിയാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ അത് ആ കലാപവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതുണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാ കാലഘട്ടം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഗണപതിയെ നിങ്ങൾക്ക് ചീത്ത വിളിക്കാം, ആ അപ്പൊ ഷംസീറിനെ നിങ്ങൾക്ക് തിരുത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഷംസീറിനെ തിരുത്തണ്ട. അതെ അതേ സമയത്ത് ഈ കേക്കിന്റെ പേര് പറഞ്ഞ്, വീഞ്ഞിന്റെ പേര് പറഞ്ഞ്, രോമാഞ്ചത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ക്രൈസ്തവ ബിഷപ്പുമാരെ അവഹേളിക്കാം, അപ്പോഴും നിങ്ങൾക്ക് തിരുത്തണ്ട. എന്നാൽ അനിൽകുമാർ ഒരു തട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു ശുഷ്കാന്തിയായിരുന്നു നിങ്ങൾക്ക് തിരുത്താൻ, അതിനെ തള്ളി പറയാൻ. ഇപ്പോഴും ഗോവിന്ദൻ മാഷ് ഈ പ്രസ്താവനയെ എങ്ങനെയാ വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ്, അത് വാക്കുകളുടെ പ്രയോഗത്തിൽ വന്ന പ്രശ്നം എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്.